നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇന്ന് എന്ത് നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളെല്ലാം ഉറ്റുനോക്കുന്നത്. പക്ഷേ കോൺഗ്രസ് വളരെ നിർണായകമായ ഒരു തീരുമാനം, MLA സ്ഥാനത്ത് തുടർന്നുകൊണ്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക്, പ്ലാനിലേക്കൊക്കെ കോൺഗ്രസ് കടക്കുമെന്ന സൂചനകൾ നിലനിൽക്കെ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള മാറ്റം, നീക്കം, ഇതെല്ലാം പാർട്ടിയെ സംബന്ധിച്ചുള്ള അച്ചടക്ക നടപടികളുടെ ഭാഗമാണ്. രാഹുലിനെ തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയായി അയച്ച ഉത്തരവാദിത്തപ്പെട്ട സ്ത്രീജനങ്ങളടങ്ങുന്ന ഒരു വിഭാഗമുണ്ട്, ഒരു ജനതയുണ്ട്. അവരോടുള്ള ഉത്തരവാദിത്തമാണ് രാഹുലിൻ്റെ ചെയ്തികളെ എങ്ങനെ ന്യായീകരിക്കും, എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും എന്നത്. അവരോടുള്ള ഒരു ഉത്തരവാദിത്തത്തിന് കോൺഗ്രസ് എന്ന പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് നമുക്ക് അറിയാനുള്ളത്. ഒപ്പം രാഹുലിൻ്റെ ഒരു സമൂഹമാധ്യമത്തിലെ പോസ്റ്റ് പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായി അയാളെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു, സ്തുതി പാടിയവർ വിമർശകരായി. കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു. കാരണം അയാൾക്ക് ഈ ഒരു പ്രസ്ഥാനമാണ് അങ്ങേയറ്റം വലുത്. പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസ്സുകാരനാണ്. താഴെ രാഹുൽ ഗാന്ധിയുടെ പേരാണ് എങ്കിൽ കൂടിയും കവി ഉദ്ദേശിക്കുന്നത് സ്വയം തന്നെയാണ്. എന്തായാലും ഇതുപോലെ രാഹുലിനെതിരെ എന്ത് നടപടികൾ ഉണ്ടാകുമെന്നൊക്കെ വരും മണിക്കൂറുകളിൽ കാത്തിരുന്ന് കാണാം. തൽക്കെട്ടുകളിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കോൺഗ്രസ് നടപടികളിൽ തീരുമാനമിന്ന്. MLA സ്ഥാനത്ത് തുടർന്നേക്കും. രാജിക്ക് തടസ്സം ഉപതെരഞ്ഞെടുപ്പ് പേടി. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ നീക്കം. അഴിമതിക്കേസിൽ ക്ലീൻ ചിറ്റ് തള്ളിയ വിജിലൻസ് കോടതി വിധിക്കെതിരെ ADGP MR അജിത് കുമാർ ഇന്ന് ഹൈക്കോടതിയിൽ. വസ്തുതകൾ വിലയിരുത്താതെയുള്ള വിധി സ്റ്റേ ചെയ്യണമെന്ന് അപ്പീലിൽ. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പുടിൻ സെലൻസ്കി ചർച്ച അനിശ്ചിതത്വത്തിൽ. അജണ്ട തീരുമാനിച്ചിട്ടില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി. ചില യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നില്ലെന്ന് ആരോപണം. വോട്ടർ പട്ടിക ക്രമക്കേട്, വോട്ട് മോഷണം എന്നിവയിൽ BJP കോൺഗ്രസ് പോരുരൂക്ഷം. രാഹുൽ ഗാന്ധി നടത്തുന്നത് അസംബന്ധമായ പ്രചരണമെന്ന് BJP. മഹാരാഷ്ട്രയിലെ ജനങ്ങളെ അപമാനിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. ജനങ്ങൾക്ക് വൈകാതെ കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്ന് കോൺഗ്രസ്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചവരുടെ എണ്ണം 8ആയി. അതീവ ജാഗ്രത. ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പ്. കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജുവിന്റെ കരുത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് ജയം. ആവശ്യകരമായ മത്സരത്തിൽ കൊല്ലം സെയിലേഴ്സിനെ തോൽപ്പിച്ചത് 4 വിക്കറ്റിന്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ, ലൈംഗിക ചൂഷണ വിഭാഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കോൺഗ്രസ് നടപടികളിൽ ഇന്ന് തീരുമാനം ഒരുപക്ഷെ രാവിലെ തന്നെ ഉണ്ടാകും. രാഹുൽ MLA സ്ഥാനത്ത് തുടരുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. MLA സ്ഥാനത്ത് നിന്നുള്ള രാജിക്ക് പകരം സസ്പെൻഡ് ചെയ്യാനാണ് നീക്കം. വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുകയാണ്. ദേവിക, ഒരു സസ്പെൻഷനിൽ ഒതുക്കുക, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നീക്കി പിന്നാലെ ഒരു സസ്പെൻഷനിലേക്ക് ഒതുക്കി കാര്യങ്ങൾ ശാന്തമാക്കാം, രാഹുലിൻ്റെ പ്രവൃത്തികളെയൊക്കെ നീതീകരിക്കാം, ന്യായീകരിക്കാം, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാം, പ്രതിരോധിക്കാം, മുഖം രക്ഷിക്കാം, ഇങ്ങനെയൊക്കെയാണോ കോൺഗ്രസ് പാർട്ടി കരുതുന്നത്? പ്രത്യേകിച്ചും മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം രാഹുലിൻ്റെ MLA സ്ഥാനത്തു നിന്നുള്ള രാജി ആവശ്യം ശക്തമായി ഉന്നയിച്ചിട്ടും, വനിതാ നേതാക്കളടക്കം ഉന്നയിച്ചിട്ടും സസ്പെൻഷൻ എന്ന ഒരു പ്ലാൻ ബിയിലേക്കോ സിയിലേക്കോ ഒക്കെ മാത്രം മാറുന്ന സാഹചര്യം എന്താണ്? അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വപ്ന. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക അതിക്രമ ചൂഷണ പരാതികളൊക്കെ ഉയരുന്നുണ്ട്. അതേ തുടർന്ന് തന്നെയാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദം ഉൾപ്പെടെ രാജിവെക്കേണ്ട ഒരു അവസ്ഥ വന്നത്. പക്ഷേ MLA സ്ഥാനത്ത് രാഹുൽ തുടരുമോ ഇല്ലയോ എന്നത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയരുന്ന ചോദ്യം. കഴിഞ്ഞ ദിവസം ഈ രാജി ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നിരുന്നെങ്കിലും അത്തരത്തിലൊരു രാജി ഉണ്ടായില്ല. ആദ്യം ഈ ഹൈക്കമാൻഡിന്റെ തീരുമാനവും രാജി വയ്ക്കുന്നത് തന്നെയാണ് ഉചിതമെന്നതായിരുന്നു. പക്ഷേ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്
സംസ്ഥാന നേതൃത്വം എന്ത് തീരുമാനമെടുക്കുന്നുവോ അതിനെ അംഗീകരിച്ച് അതിനോടൊപ്പം നിൽക്കാൻ തന്നെയാണ് ഹൈക്കമാൻഡും തീരുമാനിച്ചിരിക്കുന്നത്. അതായത് സംസ്ഥാന നേതൃത്വത്തിന്റെ വികാരത്തെ മറികടന്നൊരു തീരുമാനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമോപദേശം ഉൾപ്പെടെ തേടി രാജി വയ്ക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തുമ്പോൾ അതിനൊപ്പം നിൽക്കുക തന്നെയാണ് ഈ ഹൈക്കമാൻഡും. ഈ സംസ്ഥാന നേതൃത്വം ഈ രാഹുലിന്റെ രാജി സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറിയാൽ അത് വിശദമായി പരിശോധിക്കും. അതിനുശേഷം ആയിരിക്കും ഈ കാര്യത്തിലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദത്തിലെ ചർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും തീരുമാനമുണ്ടാകുക. സ്വപ്ന. ദേവികയാണ് വിവരങ്ങളുമായി ചേർന്നത്. ലൈംഗിക ചൂഷണ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കോൺഗ്രസ് നടപടികൾ ഒരുപക്ഷെ സസ്പെൻഷനിലേക്ക് മാത്രം, രാജിക്ക് പകരം MLA സ്ഥാനത്ത് നിന്നുള്ള രാജിക്ക് പകരം സസ്പെൻഷനിലേക്ക് മാത്രം, പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷനിലേക്ക് മാത്രം നീങ്ങാനുള്ള സാധ്യതകളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒരുപക്ഷെ രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം. ദേവികയാണ് വിവരങ്ങൾ നൽകിയത്. അഴിമതി കേസിൽ ക്ലീൻ ചിറ്റ് തള്ളിയ വിജിലൻസ് കോടതി വിധിക്കെതിരെ ADGP MR അജിത് കുമാർ ഇന്ന് ഹൈക്കോടതിയിൽ വസ്തുതകൾ വിലയിരുത്താതെയുള്ള വിധി സ്റ്റേ ചെയ്യണമെന്നാണ് അപ്പീലിൽ അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. രാജേഷ്, ഈ വിജിലൻസ് കോടതി വിധിക്കെതിരായ അപ്പീലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ADGP MR അജിത് കുമാർ ചൂണ്ടിക്കാണിക്കുന്നത്? ഒപ്പം സർക്കാരിനെതിരായ പരാമർശം നീക്കണമെന്ന ആവശ്യവുമായി സർക്കാരുമുണ്ടല്ലോ. ആദ്യം തന്നെ ഇത്തരം ഒരു പുനഃപരിശോധനാ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുവാൻ ADGP അജിത് കുമാർ മുതിർന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ സർക്കാരിനെയും കൂടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും കൂടി വെട്ടിലാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് എന്നുള്ളത് തന്നെയാണ്. ഇതിൽ സർക്കാർ അഭിഭാഷകർ വിജിലൻസ് കോടതിയിൽ വാദിച്ചത് പ്രധാനമായും മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകി എന്നുള്ള തരത്തിലാണ്. അപ്പോൾ തന്നെ കോടതി അതിനൊരു പരാമർശം വരെ നടത്തി. മുഖ്യമന്ത്രിക്ക് അങ്ങനെ നൽകാൻ എന്താണ് അധികാരം? കാരണം അന്വേഷണ ഏജൻസി ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണ ഏജൻസിയാണ് അതിൽ റിപ്പോർട്ട് നൽകുകയും അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത്, അതല്ലാതെ മന്ത്രിമാരല്ല. അതുകൊണ്ട് തന്നെ അക്കാര്യം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ക്ലീൻ ചിറ്റ് നൽകിയ ഒരു റിപ്പോർട്ട് വിജിലൻസ് കോടതി മടക്കിയത്. അത് MR അജിത് കുമാറിനെ വ്യക്തിപരമായും അത് സർക്കാരിനെ തന്നെയും ഗുരുതരമായി ബാധിക്കുന്ന ഒരു ഉത്തരവായി നിലനിൽക്കുന്നു. അപ്പൊ ഈ ഉത്തരവിലെ പരാമർശങ്ങൾ നീക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇതിൽ MR അജിത് കുമാറിനുള്ള ഈ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന സൂചനയുള്ള ഒരു ഉത്തരവ്, ഇത് വസ്തുതകൾ പരിശോധിക്കാതെയാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റേ ചെയ്യണം എന്നുള്ള ആവശ്യവുമായാണ് ഇപ്പോൾ സമീപിച്ചിട്ടുള്ളത്. ഇതിൽ ഹൈക്കോടതി ഇത് പുനഃപരിശോധന നടത്തുകയോ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുകയോ ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ പ്രധാനമായും ഇതിന്റെ ഒരു പരാതിക്കാരനവരുള്ള ഒരു മറുപടി ചോദിക്കാൻ വേണ്ടിയുള്ള ഒരു സമയം ഹൈക്കോടതി നൽകും. അപ്പോൾ ഒരുപക്ഷെ ഹൈക്കോടതി താൽക്കാലിക സ്റ്റേ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ ഉത്തരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ തുടർന്ന് ബാക്കിയുള്ള നടപടികളിലേക്ക് ഹൈക്കോടതി കടക്കും. ഓക്കെ രാജേഷ്, ഒപ്പം ഈ ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്നിപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും ഇന്ന് ആ ഹർജി പരിഗണിക്കുമെന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ ഈ പരാതിക്കാരിയുടെ അഭിഭാഷകരോട് പറഞ്ഞിരുന്നു. ബുധനാഴ്ചത്തേക്ക് നീക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല, ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരാതി അല്ലെങ്കിൽ ഈ ഹർജിയുടെ അന്തിമ തീർപ്പ് വരെ വേടനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയത്. ഇപ്പോൾ ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഹൈക്കോടതി പരാതിക്കാരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാജരാക്കാം എന്നുള്ളതാണ്. പൊതുവെ ആ വാദം കേട്ട സമയത്ത് ഹൈക്കോടതിയുടെ പ്രതികരണം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനൊരു കുറ്റം നിലനിൽക്കാനുള്ള ഒരു സംഭവം അതിനകത്തില്ല. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ ഒരു പ്രണയബന്ധം പോലെയുള്ള ഒരു ബന്ധം, അതിൽ പരസ്പരമായിട്ട് ബന്ധമുണ്ടാകുന്നു. അതും ബലാത്സംഗം എന്ന് പിന്നീട് ആരോപണം ഉന്നയിക്കുന്നത് കഴമ്പില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഹൈക്കോടതി ഇതിന് പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കേസിൽ, ഒരു ഗുരുതരമായ ആരോപണമുള്ള ഇത്തരത്തിലുള്ള ഒരു കേസിൽ ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്ത് വേടനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ള ഒരു കാര്യം. ഇവർ പ്രധാനമായും പറയുന്നത് മറ്റു പരാതികൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കോടതി പറയുന്നത് മറ്റു പരാതികൾ ഉണ്ടെങ്കിൽ അത് ആ പരാതിയുടെ മെറിറ്റിൽ ആ ഹർജികൾ കോടതിയിൽ വരുമ്പോൾ പരിഗണിക്കാം. അതല്ലാതെ മറ്റുള്ള പരാതിയും ഈ പരാതിയും തമ്മിൽ കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല. ഈ പരാതിയിൽ നിങ്ങളുടെ മൊഴി, അതായത് പരാതിക്കാരൊരു പോലീസിന് നൽകിയിട്ടുള്ള മൊഴി, ഇതാണ് കോടതി ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിൽ ഈ പറയുന്ന കുറ്റം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് കോടതി ഇപ്പോൾ പരിഗണിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഹർജിക്കാരി കക്ഷി ചേർന്നിട്ട്, പരാതിക്കാരി ഹർജിയിൽ കക്ഷി ചേർന്നിട്ട് വാദം പറഞ്ഞിട്ട് പോലും ഇക്കാര്യത്തിൽ കോടതിയുടെ ഒരു ചോദ്യങ്ങൾക്ക് അവർക്ക് വ്യക്തമായ ഒരു മറുപടി നൽകാനാവുന്നില്ല. കാരണം ഇത്രയും നാൾ കഴിഞ്ഞിട്ട്
എന്തുകൊണ്ട് ഇപ്പോൾ ഒരു പരാതിയായിട്ട് വരുന്നു? അപ്പൊ അതിനു മുമ്പ് നടന്നതൊക്കെ ഈ രീതിയിലുള്ള കുറ്റകൃത്യമാണ് എങ്കിൽ ഇത്ര നാൾ എന്തുകൊണ്ട് പോലീസിന് അല്ലെങ്കിൽ മറ്റുള്ള അധികാര സ്ഥാനങ്ങളെ സമീപിച്ചില്ല? ഈ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഒരു മറുപടി വന്നിട്ടില്ല. ഏതായാലും അതുകൊണ്ട് തന്നെ ഇന്ന് എന്തെങ്കിലും ഒരു മറ്റു തെളിവുകൾ, കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ അവർക്ക് സാധിച്ചാൽ മാത്രമേ വേടന് എതിരായ ഒരു നടപടി കോടതിയിൽ നിന്നുണ്ടാവൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് മറ്റു തെളിവുകൾ ഇല്ലെങ്കിൽ ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടാകാനും സാധ്യതയുണ്ട്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് ഹൈക്കോടതിയിൽ എത്തുകയാണ്. തിങ്കളാഴ്ച വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് പോലീസിന് നിർദ്ദേശമുണ്ടായിരുന്നു. അപ്പം ഈ വേടിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർക്കാൻ കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ പരാതിക്കാരിയുടെ അഭിഭാഷക കൂടുതൽ സമയം ചോദിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കേസ് കോടതി ഇന്നത്തേക്ക് മാറ്റുകയുണ്ടായത്. ഇനിയിപ്പോൾ ദേശീയ വാർത്തയിലേക്കാണ്. ബീഹാറിലെ വോട്ടർ പട്ടിക ക്രമക്കേട് അല്ലെങ്കിൽ സമഗ്ര വോട്ടർ പട്ടികയിലെ പരിഷ്കരണം, വോട്ട് മോഷണം, ക്രമക്കേട് ഇതെല്ലാം ഉന്നയിച്ച് കോൺഗ്രസിൻ്റെ, ഇന്ത്യ സഖ്യത്തിൻ്റെയൊക്കെ പ്രതിഷേധ റാലിയൊക്കെ നടക്കുകയാണ്. വലിയ രീതിയിൽ തന്നെ ഒരുപക്ഷേ BJP ഈ ഒരു റാലിയെ, രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങളെ ഒക്കെ പേടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നും. കാരണം വലിയ രീതിയിലാണ് ഈ പോര് മൂർച്ഛിക്കുന്നത്. BJP കോൺഗ്രസ് പോര് രൂക്ഷമാകുന്നത്. ബീഹാറിന് പിന്നാലെ മഹാരാഷ്ട്രയിലും വോട്ട് മോഷണം ഉയർന്നതോടെ വലിയ വിമർശനം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പ്രശാന്ത് ചേരുകയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, അസംബന്ധമായ പ്രചരണമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. ഈ യാത്ര കഴിയുമ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്നൊക്കെ BJP തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ്, ഇന്ത്യ സഖ്യമൊക്കെ നടത്തുന്ന ഈ യാത്രയെ അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ജനങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തപ്പെട്ടേക്കാമെന്ന ഒരു ആശങ്ക, പേടി ഇതൊക്കെ BJPക്കുണ്ട്. പ്രത്യേകിച്ച് ഈ മഹാരാഷ്ട്രയിലേക്കൊക്കെ കടന്നപ്പോൾ ഫട്നാവിസൊക്കെ വലിയ രീതിയിലാണല്ലോ ഈ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്വപ്ന, ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് സ്വീകരിക്കട്ടെ, അവർ വ്യക്തമാക്കട്ടെ എന്നൊരു രീതിയായിരുന്നു BJP സ്വീകരിച്ചിരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളത് കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുന്നു, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നു. പക്ഷേ അതിനുശേഷമാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. ഒരുപക്ഷെ ജനങ്ങൾ കൂടുതലായി രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയിലേക്ക് എത്തുന്നു. പല സ്ഥലത്തും രാഹുൽ ഗാന്ധി കൃത്യമായി പോക്കറ്റുകൾ കേന്ദ്രീകരിച്ച് കൃത്യമായി യാത്രകൾ എത്തിക്കുന്നു. ഒപ്പം തന്നെ അതിനുശേഷം പൊതുയോഗങ്ങൾ ഉണ്ടാകുന്ന ആ യോഗങ്ങളിലാകെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇതോടുകൂടി തന്നെ BJP സംഘടിതമായി രാഷ്ട്രീയം പറയാൻ തീരുമാനിച്ചിരിക്കുന്നു. രാഷ്ട്രീയമായി തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനത്തേക്ക് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും തീരുമാനിച്ചത് അവരവർക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ഏത് തരത്തിലാണ് വോട്ട് മോഷണം അടക്കം ഉണ്ടായിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ, ആ ആരോപണങ്ങൾ തെളിയിക്കുന്നതിനാവശ്യമായ തെളിവുകൾ കണ്ടെത്തുക. കാരണം കർണാടകത്തിൽ അതിനുവേണ്ടി എടുത്ത സമയം രാഹുൽ ഗാന്ധി പറഞ്ഞത് നമ്മൾ കണ്ടാണ്. മാസങ്ങളോളം എടുത്താണ് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. അത് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ വേണ്ടിവരും. അതുകൊണ്ട് അവിടെ ആർക്കാണ് സ്വാധീനമുള്ളത്, ആ പ്രതിപക്ഷ പാർട്ടികൾ അതിന്റെ നേതൃത്വത്തിലേക്ക് വരട്ടെ, അവർ അതിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ സഹകരണത്തോടുകൂടി തന്നെ ആ വിവരങ്ങൾ പുറത്തുവിടട്ടെ എന്നൊരു നീക്കത്തിലേക്ക് വരുന്നു. ഇതോടുകൂടി തന്നെയാണ് BJP ഇത് രാഷ്ട്രീയ വിഷയമായി തന്നെ മറുപടി പറയാൻ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് അടക്കം രംഗത്ത് വരുന്നത്. മഹാരാഷ്ട്രയിലെ ജനങ്ങളെ അപമാനിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ആരോപണമായി ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു തരത്തിലുള്ള വോട്ട് മോഷണം ഉണ്ടല്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ എന്താണ് ഈ വോട്ടിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ ആരോപണങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് ഒളിച്ചോടേണ്ട ഒരു അവസ്ഥയിലേക്ക് പ്രതിപക്ഷം എത്തുമെന്നുള്ളതാണ് BJP വ്യക്തമാക്കുന്നത്. ഓരോ സംസ്ഥാനത്തെയും സ്ഥിതി പരിശോധിച്ചാൽ അത് തന്നെയായിരിക്കും അവസാനം തെളിയുക. വിജയം തങ്ങൾക്കാണെന്ന് കോൺഗ്രസ് അവസാനത്തിലേക്ക് വരുമ്പോൾ തങ്ങൾക്കാണെന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോഴാണ് ഓരോ ഘട്ടത്തിലും പ്രതിരോധം തീർക്കാൻ ഓരോ സംസ്ഥാനത്തും BJP ശക്തമായി തന്നെ രംഗത്തെത്തുന്നു. നേരത്തെ മുൻ കേന്ദ്രമന്ത്രിമാരടക്കം ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തുന്നു. ബീഹാറിൽ തന്നെ അതിന് മറുപടി നൽകുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന കേന്ദ്രീകരിച്ചുള്ള കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം അതേ സംസ്ഥാനത്ത് നിന്ന് തന്നെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചത്. അതിന്റെ കൂടി ഭാഗമാണ് ഇത്തരമൊരു നീക്കമായി നമ്മൾ കാണേണ്ടത്. അതേസമയം തന്നെ രാഹുൽ ഗാന്ധിയുടെ യാത്ര മുന്നോട്ട് പോകുന്നു. ഇന്നലെ മാധ്യമങ്ങളെ കണ്ട രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് വളരെ കൃത്യമായ നിലപാടെടുത്തും ഒപ്പം തന്നെ എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ജനങ്ങൾക്ക് ഇത് തീർച്ചയായും അത് തന്നെയാണ്, ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടേണ്ടതുണ്ട്. അതിനിടയിലാണ് BJPയും കോൺഗ്രസും അതിശക്തമായ പോര്, പ്രത്യേകിച്ച് വോട്ടർ പട്ടിക ക്രമക്കേടും വോട്ട് മോഷണവും ഒക്കെയായി ഇതിനിടയിൽ ഈ പോരും വിമർശനങ്ങളും പരസ്പരം രൂക്ഷമാകുന്നത്.
റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പുടിൻ സെലൻസ്കി ചർച്ച അനിശ്ചിതത്വത്തിൽ. യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ച 2 ആഴ്ചയ്ക്കുള്ളിൽ നടക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ അറിയിച്ചത്. എന്നാൽ നിലവിൽ ചർച്ചയ്ക്ക് വേണ്ട അജണ്ട തയ്യാറല്ല എന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് വ്യക്തമാക്കുന്നത്. ചർച്ചയ്ക്ക് പുടിൻ തയ്യാറാണെന്നും എന്നാൽ ചില പാശ്ചാത്യ രാജ്യങ്ങൾ സമാധാനം ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നുവെന്നും വിദേശകാര്യമന്ത്രി ആരോപിക്കുന്നു. അതേസമയം യുക്രൈൻ ഭൂമി പിടിച്ചെടുക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ലെന്നും പകരം വംശീയ റഷ്യക്കാരെയും റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ആളുകളെയും യുക്രൈൻ്റെ പീഡനത്തിൽ നിന്ന് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ ആളുകൾക്ക് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നു എന്ന വാർത്ത അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്നു. വയനാട്ടിലാണ് ഏറ്റവും ഒടുവിലായി രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വെള്ളമുണ്ട തരുവണ സ്വദേശിക്ക് അമീബിക് ബാധ സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8ആയി. തരുവണ സ്വദേശിയായ 25-കാരനാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. രോഗബാധയുടെ ഉറവിടം വ്യക്തമല്ല. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ 45-കാരന് കഴിഞ്ഞ ദിവസം അമീബിക് സ്ഥിരീകരിച്ചിരുന്നു. മലപ്പുറം സ്വദേശികളായ 49-കാരനും 47-കാരനും 11-കാരിയും കോഴിക്കോട് സ്വദേശികളായ 38-കാരനും 3 മാസം പ്രായമുള്ള കുഞ്ഞും ദിവസങ്ങൾക്ക് മുമ്പ് താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുള്ള അനയ്യയുടെ സഹോദരനും ഉൾപ്പെടെ 8 പേരാണിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ഉറവിടം കണ്ടെത്താനാകാത്തത് ആരോഗ്യവകുപ്പിന് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. തണ്ണീർത്തടങ്ങളിൽ നിന്നോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നോ ആവാം രോഗബാധയേറ്റതെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ പ്രാഥമിക നിഗമനം. അമൃത ന്യൂസ്, കോഴിക്കോട്. ഓളപ്പരപ്പിൽ ആവേശം തിരതല്ലുന്ന ദിവസങ്ങളിലേക്കാണ് കടക്കുന്നത്. നെഹ്റു ട്രോഫി ജലമേള, അതിന് എങ്ങനെയാണ് ഈ ഒരു പേര് വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നെഹ്റു ട്രോഫി ജലമേള ഉണ്ടായത്, വന്നത്? അങ്ങനെയൊക്കെ ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ അതിന് കാരണമായ ഒരു വള്ളം ആലപ്പുഴയിലുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നടുഭാഗം ചുണ്ടൻ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആവേശത്തിൽ ജവഹർലാൽ നെഹ്റു ഈ ചുണ്ടനിലേക്ക് ചാടിക്കയറിയതോടെയാണ് നെഹ്റു ട്രോഫി ജലമേള പിറക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൻ്റെ കൊടുമുടിയാണെങ്കിൽ അതിനെ താങ്ങി നിർത്തുന്ന ഒത്ത നടുവിലുള്ള നെടുംതൂണാണ് നടുഭാഗം. നെഹ്റു ട്രോഫിക്ക് കാരണബോധനായ ഒരേയൊരു ചുണ്ടൻ. നെഹ്റു ട്രോഫിയോളം ചരിത്രം പേറുന്ന അവൻ്റെ കഥയാണിത്. 1927 തിരുവിതാംകൂർ ദിവാനായിരുന്ന എമ്മി വാട്സ് ജലോത്സവത്തിനെത്തുന്നു. ഒപ്പം ഒരു ട്രോഫിയും. ചമ്പക്കുളം വള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്ന നടുഭാഗംകാർ സ്വന്തം കരയുടെ പേരിൽ വള്ളം വേണമെന്ന ആഗ്രഹം ദിവാനെ അറിയിക്കുന്നു. അങ്ങനെ ദിവാന്റെ സഹായത്തോടെ നടുഭാഗംകാർ വെമ്പാലയിൽ നിന്ന് പള്ളിയോടം വാങ്ങുന്നു. മാറ്റങ്ങൾ വരുത്തി നടുഭാഗം എന്ന പേരിൽ നീറ്റിലിറക്കി. പിന്നീട് 1940 സ്വന്തമായി പുതിയൊരു ചുണ്ടൻ പണിതു. എന്നാൽ 1952 നെഹ്റു ആലപ്പുഴ കാണാനെത്തിയതാണ് നടുഭാഗത്തെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കിയത്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ അതിർത്തിയിൽ നിന്ന് സ്വീകരിച്ചത് വള്ളംകളി മത്സരം നടത്തിയായിരുന്നു. അന്ന് വിജയിച്ചതാകട്ടെ നടുഭാഗം ചുണ്ടനും. വിജയാവേശത്തിൽ തുഴയിറങ്ങിയെത്തിയ നടുഭാഗം ചുണ്ടനിലേക്ക് അതിരുകടന്ന ആവേശത്തോടെ കുരുന്നുകളുടെ ചാച്ചാജി കുരുന്നു മനസ്സുമായി ചാടിക്കയറി. അന്ന് പിറന്നത് ഒരു ചരിത്രം കൂടിയായിരുന്നു. ചരിത്രമുറങ്ങുന്ന നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള ചുണ്ടൻ, നെഹ്റുവിൻ്റെ പാറസ്പർശമേറ്റ ഒരേയൊരു നടുഭാഗം. എന്നാൽ ആ ചുണ്ടൻ ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. എന്നോ തകർന്നു തുടങ്ങിയ ചുണ്ടൻ പടുതയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുകയാണ്. വള്ളപ്പുരയായിരുന്ന പ്രദേശമാകെ കാട് കയറി നശിച്ചു. മുൻപ് മ്യൂസിയത്തിൽ സ്മാരകമാക്കാൻ പുരാവസ്തു വകുപ്പ് പരിശോധന നടത്തിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. ഇന്ന് കാലപ്പഴക്കം ചെന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ജീർണാവസ്ഥയിലിരിക്കുകയാണ്. പഴയ നെഹ്റു കയറിയ ആ ചരിത്ര സ്മാരകം എവിടെയെങ്കിലും ഒന്ന് കേരള ജനതയ്ക്ക് കാണത്തക്ക രീതിയിൽ ഇതിനെ സ്ഥാപിച്ചാൽ കൊള്ളാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇക്കാലമത്രയും കരക്കാർ വെള്ളത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തിയാണ് സംരക്ഷണം ഒരുക്കിയത്. ഇനി ചരിത്ര സ്മാരകത്തെ സംരക്ഷിച്ചു നിർത്തേണ്ടത് പുരാവസ്തു വകുപ്പാണ്. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ 36 തവണ ഫൈനലിലും ഏറ്റവും കൂടുതൽ തവണ 2ാം സ്ഥാനവും നേടിയ നടുഭാഗത്തെ ജനതയ്ക്കും ജലോത്സവ പ്രേമികൾക്കുമൊപ്പം സാംസ്കാരിക കേരളവും അത് ആഗ്രഹിക്കുന്നുണ്ട്. നെഹ്റു പവലൈനിൽ നെഹ്റുവിനൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ചുണ്ടനെയും കാണാൻ ആലപ്പുഴയിൽ നിന്ന് ആർ ആദർശിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. കല്യാൺ സിൽക്സിന്റെ ഓണക്കാല ഓഫറായ ഓണക്കോടിക്കൊപ്പം 2 കോടിയും സമ്മാന പദ്ധതിയുടെ 2ാമത്തെ നറുക്കെടുപ്പ് നടന്നു. കല്യാൺ സിൽക്സിന്റെ എറണാകുളം ഷോറൂമിൽ വെച്ച് നടന്ന നറുക്കെടുപ്പ് വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി പി രാജീവ്, എറണാകുളം MLA TG വിനോദ്
കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലർ പത്മജ എസ് മേനോൻ, മുൻ കൊച്ചി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം KVP കൃഷ്ണകുമാർ എന്നിവർ ചേർന്നാണ് നിർവഹിച്ചത്. പീക്കിലി ബമ്പർ സമ്മാനമായ 25 പവൻ സ്വർണത്തിന് ശ്രീനാഥ് N അർഹനായി. നിഷ ഭാവയാനി, ജയശ്രീ R ഹെൻ, അബ്ദുൾ ബഷീർ എന്നിവരാണ് വീക്ക്ലി സമ്മാനമായ മാരുതി ബലെനോ കാർ സ്വന്തമാക്കിയത്. ചടങ്ങിൽ കല്യാൺ സിൽക്സ് ആൻഡ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമൻ, കല്യാൺ സിൽക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രകാശ് പട്ടാഭിരാമൻ, സിനിമാ താരം ബോബി കുര്യൻ എന്നിവർ പങ്കെടുത്തു. ഏറ്റവും പുതിയ കളക്ഷനുകൾ ഉൾപ്പെടുത്തി ഓണക്കച്ചവടത്തിനായി രാജകുമാരി ഗ്രൂപ്പ് ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു കുടക്കീഴിലെല്ലാം കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം എന്നുള്ളതാണ് രാജകുമാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഓഫറുകൾക്ക് പുറമെ കൈനിറയെ സമ്മാനങ്ങളും ബമ്പർ സമ്മാനമായി ദുബായ് ട്രിപ്പും രാജകുമാരി ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നു. 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായാണ് രാജകുമാരി ഗ്രൂപ്പ് ഇത്തവണ ഉപഭോക്താക്കൾക്കായി ഓണാഘോഷ വിരുന്ന് ഒരുക്കിയിരിക്കുന്നത്. ആവശ്യക്കാരുടെ അഭിരുചിക്കനുസരിച്ച് വസ്ത്രവൈവിധ്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് രാജകുമാരി സിൽക്സ്. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാതെ കുറഞ്ഞ വിലയുമായി വസ്ത്രവിപണിയിൽ രാജകുമാരിയുടെ സ്ഥാനം എന്നും ഒരു പടി മുന്നിലാണ്. കിടിലൻ ഓഫറുകൾക്ക് പുറമെ കൈനിറയെ സമ്മാനങ്ങളും. ഈ ഓണത്തിന് രാജകുമാരിയുടെ രാജകീയ സമ്മാനങ്ങളും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു. ബമ്പർ സമ്മാനമായി 30 പേർക്ക് ദുബായ് ട്രിപ്പും രാജകുമാരി ഗ്രൂപ്പ് ഒരുക്കിയിട്ടുണ്ട്. യാതൊരുവിധ കുറവുകളും വരുത്താത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ വർഷത്തെ ഓഫർ തന്നെ 30 പേർക്ക് ദുബായ് ട്രിപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജുവല്ലറികളായാലും ടെക്സ്റ്റൈലുകളായാലും സൂപ്പർ മാർക്കറ്റുകളായാലും ഫർണിച്ചറായാലും എല്ലാ ഷോപ്പുകളിലും നമ്മുടെ എല്ലാ ഓഫറുകളും നമ്മൾ ഓരോ രീതിയിലും ചെയ്തിട്ടുണ്ട്. അതായത് ഷോപ്പുകളിൽ വന്ന് കയറി കാണുമ്പോൾ തന്നെ ആയിരിക്കും ഇതിനെപ്പറ്റി കൂടുതൽ പറയാനും കാണാനും കേൾക്കാനും ഒക്കെ ഉള്ളത്. ജുവലറിയിൽ നിന്ന് ആരംഭിച്ച് ടെക്സ്റ്റൈൽസ്, സൂപ്പർ മാർക്കറ്റ്, ഫർണിച്ചർ ഷോറൂം, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, റെസ്റ്റോറന്റ് എന്നീ വിപുലമായ വ്യാപാര ശൃംഖലയിലേക്ക് രാജകുമാരി ഗ്രൂപ്പ് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഓണത്തോടനുബന്ധിച്ച് ടെക്സ്റ്റൈൽസിന് പുറമെ മറ്റിടങ്ങളിലും നിരവധി ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത്. അമൃത ന്യൂസ്, കൊല്ലം. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ 5ാം വാർഷികാഘോഷവും നിക്ഷേപക സംഗമവും നടന്നു. തൃശൂർ മരത്താക്കര ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടിയിൽ ധനലക്ഷ്മി ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിന്റെ ശിലാസ്ഥാപനവും ഉദ്ഘാടനവും നടന്നു. ആഘോഷത്തിന്റെ ഭാഗമായി അംഗപരിമിതരായ 100 പേർക്ക് കൃത്രിമ കാലുകൾ സൗജന്യമായി നൽകുകയും വയനാട് ചൂരൽമലയിൽ പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് വീട് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ വീടിന്റെ താക്കോൽ കൈമാറ്റം ചെയ്യുകയും ചെയ്തു. കേരളത്തിലെ 14 ജില്ലകളിലായി 27 അനാഥാലയങ്ങളിലും ഓൾഡ് ഏജ് ഹോമുകളിലും ഉച്ചഭക്ഷണ വിതരണം നടത്തി. അതിനാവശ്യമായ പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കി. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ ദി ഗ്രാൻഡ് ഹോട്ടൽ എന്ന സംരംഭത്തിന്റെ സോഫ്റ്റ് ലോഞ്ചും നടന്നു. കേരളത്തിലെ 14 ജില്ലകളോടൊപ്പം തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലും നിക്ഷേപക സംഗമം നടന്നു. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ഈ ആഴ്ച വിപണിയിൽ എന്ത് പ്രതീക്ഷിക്കണം? ഇന്ന് നേട്ടത്തിലാവും വ്യാപാരം തുടങ്ങുക. എങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആഗോള വിപണികളിൽ ഉണ്ടായിട്ടുള്ളൊരു നേട്ടത്തിൻ്റെ തുടർച്ചയാവും നമ്മുടെ വിപണിയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. US വിപണിയിൽ കഴിഞ്ഞ ദിവസം വലിയൊരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം US പലിശ നിരക്കുകൾ കുറഞ്ഞിരിക്കുമെന്നുള്ള സൂചന US ഫെഡറൽ റിസർവ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് US വിപണിയിൽ നല്ലൊരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിപണിയിലും ഇന്ന് നേട്ടത്തിലാവും വ്യാപാരം തുടങ്ങുക. എന്നാൽ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. കഴിഞ്ഞ ആഴ്ച വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രകടവുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആഴ്ചയുടെ തുടക്കം വലിയ നേട്ടത്തിലായിരുന്നെങ്കിൽ കൂടിയും അവസാന ദിവസം ഒരു വിൽപ്പനയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല, കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നിക്ഷേപ സ്ഥാപനങ്ങൾ ഒരുമിച്ച് വിപണിയിൽ വിൽപ്പന നടത്തുന്നത്. അത് കഴിഞ്ഞ വെള്ളിയാഴ്ച ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. തിരുവനന്തപുരം കനകക്കുന്നിലെ മോട്ടോർ വാഹന പ്രദർശനത്തിൽ കൗതുകമായി മാറിയിരിക്കുകയാണ് ഒരു കുഞ്ഞൻ ട്രെയിൻ. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ കളിപ്പാട്ട ശേഖരത്തിലെ ട്രെയിനുകളും കാറുകളും വാഹനപ്രേമികളുടെ മനം കവർന്നു. വലുപ്പത്തിലുള്ള ആനവണ്ടികൾക്കിടയിൽ കൂകിപ്പായുന്ന കുഞ്ഞൻ ട്രെയിൻ. സെറ്റ് ചെയ്ത ട്രാക്കിലൂടെ ഓടുന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ കളിപ്പാട്ട ശേഖരത്തിലെ ട്രെയിനുകളാണ് ട്രാൻസ്പോ വേദിയിലെ മോട്ടോർ വാഹന പ്രദർശനത്തിൽ കുട്ടികളുടെ മനം കവർന്നത്.
ട്രെയിനുകളെ പ്രദർശനവേദിയിലെ ട്രാക്കിലൂടെ കൃത്യമായി ചലിപ്പിക്കുന്നത് 7ാം ക്ലാസ്സുകാരനായ ശ്രാവണാണ്. വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുത്തിയിട്ട് അവിടുത്തെ ഒരു വോൾട്ട് എന്ന് പറയുമ്പോൾ 110 ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ വോൾട്ട് എന്ന് പറയുമ്പോൾ 220. അത് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് അവിടുത്തെ വോൾട്ട് 110 ആക്കുന്നു, AC DC-ലോട്ടാക്കുന്നു. അങ്ങനെ ഈ ട്രെയിൻ പ്രവർത്തിക്കുന്നു. പിന്നെ കാണാൻ ഒരു പ്രത്യേക രസമാണിത് ഓടുന്ന കാണാൻ, കാരണം ഇവിടെ ഒന്നും അങ്ങനെ കിട്ടാറില്ല. തൊട്ടടുത്തു തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും മന്ത്രി ശേഖരിച്ചിട്ടുള്ള വിവിധ തരം കാറുകളുടെ ചെറുപതിപ്പും കാണാം. ഈ കുഞ്ഞൻ കാറുകൾക്കും ആരാധകരേറെയാണ്. വളരെ കൗതുകകരമായ ഒരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് അവരത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. പബ്ലിക്കിന് വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ്. ട്രാൻസ്പോ വേദിയിൽ വന്നു പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാറുകളും KSRTC ബസ്സുകളുടെ ചെറു പതിപ്പുകളും അങ്ങനെ വാഹനപ്രേമികൾക്കും കുട്ടികൾക്കും ഓർത്തുവെക്കാൻ അനേകം കാഴ്ചകളുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഉത്തർപ്രദേശിൽ ട്രക്ക് ട്രാക്ടറിൽ ഇടിച്ച് 8 പേർ മരിച്ചുവെന്ന വാർത്ത പുറത്തുവരികയാണ്. 45 പേർക്ക് പരിക്കുണ്ട്. 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ദേശീയപാത 34 അലിഗഡിന് സമീപത്തായിരുന്നു അപകടം. 60ഓളം പേരുമായി രാജസ്ഥാനിൽ നിന്നെത്തിയ ട്രാക്ടറിന് പിന്നിൽ ട്രക്ക് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ട്രക്കിൻ്റെ മുകൾ ഭാഗം പൂർണ്ണമായും തകർന്നു. കേരള ക്രിക്കറ്റ് ലീഗിലെ ത്രില്ലർ പോരാട്ടത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ജയിച്ചു. നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. അവസാന പന്തിൽ ജയിക്കാൻ 6 റൺസ് വേണ്ടിയിരുന്ന കൊച്ചിക്കായി മുഹമ്മദ് ആഷിഖ് 6 പറത്തി വിജയം സമ്മാനിക്കുകയായിരുന്നു. KCLലെ ആദ്യ സെഞ്ചുറി കുറിച്ച സഞ്ജു സാംസൺ 51 പന്തിൽ 14 ഫോറും 7 സിക്സറും സഹിതം 121 റൺസാണ് അടിച്ചെടുത്തത്. റിപ്പോർട്ടർ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.